ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബിബിൻ ജോർജിനെ ക്ഷണിക്കുകയാണ്. ബിബിൻ ജോർജിന് ഒരു കുഴപ്പമുണ്ട്, എന്താ പറയുക വെച്ചാൽ ഒരുപാട് പേര് ഒരുമിച്ച് കാണുമ്പോൾ സംസാരിക്കാൻ ചെറിയൊരു മടിയുണ്ട്. അപ്പൊ നമുക്ക് സംസാരിപ്പിക്കണ്ടേ? നല്ലൊരു കൈ കൊടുത്താണ് സ്പെഷ്യലായിട്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബിബിൻ ജോർജിന്. ആർക്ക് മടിയുണ്ടെന്ന്? ഇത്രയും പിള്ളേരിക്കുമ്പോ എനിക്ക് മടിയാണ്. വളരെ സന്തോഷം, ഹാപ്പിയാണ്. ഈ ഭൂതെന്ന കൊച്ചിന് പ്രത്യേകം നന്ദി. കൂടൽ എന്നാണ് ഞങ്ങളുടെ ഈ സിനിമയുടെ പേര്. ഈ കൂടൽ എന്ന പേരുള്ള പോലെ തന്നെ ഇതൊരു സൗഹൃദത്തിന്റെ കൂടലാണ്, പ്രണയത്തിന്റെ കൂടലാണ്, ആത്മബന്ധങ്ങളുടെ കൂടലാണ്. നല്ല എന്താ പറയുന്ന മലയാള സിനിമയിൽ ആദ്യത്തെ ക്യാമ്പിംഗ് പശ്ചാത്തലമാക്കിയിട്ടുള്ള സിനിമയാണ്. മനസ്സിലായില്ലേ? ക്യാമ്പിംഗ്, സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പൊക്കെ. അതായത് പരിചയമില്ലാത്ത ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന ആ ക്യാമ്പിംഗ് പശ്ചാത്തലമാക്കിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ കൂടലിന് ഈ പറയുന്ന നിങ്ങളുടെ ഈ കോളേജിലേക്ക് വരാൻ സാധിച്ചതിലും ഇത്രയും വൈബിളുള്ള പിള്ളേരെ കാണാൻ സാധിച്ചതിലും സന്തോഷം. ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ട് ഈ കോളേജിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ടാണ് ലേറ്റ് ആയി പോയത്. അപ്പൊ അവിടെ ഇങ്ങനെ സെക്യൂരിറ്റി എന്നെ നോക്കണ്ട, ഇവ വായി നോക്കാൻ വന്നോ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം 1.5 മണിക്കൂറായിട്ട് ഒരുത്തത് ഇങ്ങനെ നിൽക്കണേ പുറത്ത്. അപ്പൊ എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവര് സംസാരിക്കും. ഞങ്ങൾക്ക് അധികം സംസാരിക്കാനല്ല കൂടുതൽ, കാരണം നിങ്ങൾ തന്ന ഈ അവസരം, അതായത് കൂടലിനെ പറ്റി പറയാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഓരോ നിമിഷവും നിങ്ങൾ ഞങ്ങൾക്ക് തന്ന അവസരം പോലെ തന്നെ നിങ്ങളെയും ഞങ്ങൾ സന്തോഷിപ്പിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എന്ത് പറയണം? തീർച്ചയായിട്ടും സുഖയുടെ നമ്മുടെ സിബുചേട്ടൻ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ഉള്ള മ്യൂസിക് ഡയറക്ടറാണ്. ഞങ്ങൾ പുള്ളിനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇപ്പൊ സിബുചേട്ടൻ നിൽക്കുന്നതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ, ഇവിടെ ഈ പുള്ളി നിന്ന് അതേ പൊസിഷനിലാണ് നേരത്തെ ഒരു നിലവിളക്കും കുരിശും ഉണ്ടായിരുന്നത്. അത് മാറ്റിയ കറക്റ്റ് സ്ഥലത്തേക്ക് പോയി. ഇതിലും വലുതിന് സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ ശിവചേട്ടന് കിട്ടാൻ ബാക്കി. എനിക്കിതിനകത്ത് തിരിച്ചൊന്ന് ട്രോളണമെന്ന് ആഗ്രഹമുണ്ട്. മലയാള സിനിമ തുടങ്ങിയ കാലഘട്ടം മുതലേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ ഒരു വലിയൊരു സ്ഥാനം നേടിയിട്ടുള്ള ഒരാളാണ് ബിബിൻ ജോർജ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് 1 അല്ല 2 അല്ല 3 അല്ല 4 നായകന്മാരാണ്. കൈയടിക്കാതിരിക്കാം, ഒരാളുള്ള 4 പേരാണ്. അതിനെ കുറിച്ച് ഒരു 4 വാക്യങ്ങളിൽ സംസാരിക്കാതെ ഈ പരിപാടിയിലെ അടുത്ത ഒരു സെറ്റിൽമെന്റിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, 4 നായികമാരെന്നല്ല ഉപരിയായിട്ടെ സത്യത്തിൽ പറഞ്ഞാല് ഇത് 4 പെൺകുട്ടികളുടെ കഥയാണ്. അവരുടെ കഥയിലേക്കാണ് ഞാൻ വരുന്നത്, അല്ലാതെ എന്റെ കഥയിലേക്കല്ല അവര് വരുന്നത്. അതുകൊണ്ട് ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു സബ്ജക്റ്റ് സംസാരിക്കുന്ന സിനിമയാണ് കൂടുതൽ. അപ്പൊ നമുക്ക് ഇനി അധികം വിട്ട് ലാഗ് ചെയ്യേണ്ട, ഇവരെ കൊണ്ട് വേഗം പറയിപ്പിച്ച പരിപാടികളാണ്. സംസാരിക്കാൻ താല്പര്യമില്ലാത്ത 2 പേരെ കൊണ്ട് 2 ഡയലോഗും കൂടെ പറയിപ്പിച്ചിട്ട്. അപ്പൊ എന്തായാലും മറിയനിയെ ഞാൻ നല്ലൊരു ഇൻട്രോ കൊടുത്തു, നീയെ നല്ലൊരു ഇൻട്രോ കൊടുത്തു. ഇനി അവർ 2 പേരും ഇവരുടെയൊക്കെ പ്രത്യേകത. സിനിമയ്ക്കകത്ത് എന്ത് മാറുമെന്ന് പറയും. സ്റ്റേജിലെത്തി ആളുകളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാൻ പേടിയാണ്, മടിയാണ്, താല്പര്യമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യടികൾ ഭയങ്കര ട്യൂണാണ്, അതിനകത്തൊരു സംഗീതമുണ്ട്. ആ കയ്യടികൾ ഒന്നും അവർക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. 2 പേരോടും ഒരു 2 വാക്യങ്ങളിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. സിനിമയെ കുറിച്ച് 2 വാക്കും, നിങ്ങളെ കുറിച്ച് 4 വാക്കും. അതെ, പിന്നെ വേറൊരു കാര്യമുണ്ട്. മറീന ഈ ഞങ്ങൾക്ക് കിട്ടാൻ ഇത്തിരി പാടുപെട്ടു, കാരണം ഈയിടെ എയറിലായിരുന്നു, വലിച്ചു കൊണ്ടെന്ന് വന്നേ ഉള്ളൂ. അപ്പോ സാർ 2 വാക്ക്. ഭൂമിയിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ കൂടൽ എന്ന് പറഞ്ഞ കുഞ്ഞു വലിയ സിനിമ വളരെ തകൃതിയായിട്ട് പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ എല്ലാവരും കുറച്ച് ടയേർഡൊക്കെയാണ്. എന്നാലും നിങ്ങളുടെ ഈ ഒരു എനർജിക്ക് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. പിന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യം, ബാക്കി 2 നായകന്മാർ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. ആരോഗ്യ പ്രശ്നങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ്. അപ്പൊ അവരെയൊക്കെ അന്വേഷണം അറിയിച്ചിട്ടുണ്ട്. ആൻഡ് ജൂൺ 20 എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമയുടെ റിലീസിന്റെ ഡേറ്റ് നിങ്ങൾ മറക്കരുത്. ഇവിടുന്ന് പ്രത്യേകം ഇവർക്ക് ലീവ് കൊടുക്കണം, ഇവിടുത്തെ അതോറിറ്റി. എന്നിട്ട് ഈ ജൂൺ 20 നിങ്ങൾ ഞങ്ങളുടെ പടം കാണാൻ തന്നെ വേണം പോവാൻ, എന്നിട്ട് റിവ്യൂ അറിയിക്കണം. ഓക്കെ, കൊടുക്കുമല്ലോ അല്ലേ സർ? ഉറപ്പല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പോ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഇനി ഒരുപാട് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് സംസാരിക്കാനുണ്ട്, ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല.
അപ്പൊ എയറിൽ നിന്ന് താഴെ വന്ന എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ടതിലും സന്തോഷം, സംസാരിക്കാൻ സാധിച്ചതിലും സന്തോഷം. താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് ഇന്നലെ റിലീസ് ചെയ്തിട്ടുള്ള 916 കുഞ്ഞുകുട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ഉണ്ണപ്പകുരചാകട്ടന്റെ നായികയായിട്ടും അതിലുപരി ഒരുപാട് സിനിമകളിൽ നമുക്കൊക്കെ സജീവമായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് എന്താ പറയുക സജീവമായിട്ട് മലയാള നായിക രംഗത്തേക്ക് വന്നിട്ടുള്ള നിയ വർഗീസ് സംസാരിക്കാൻ കുറച്ച് മടിയൊക്കെയാണ്. നല്ല പാട്ടൊക്കെ പാടും, പള്ളിയിലെ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു 2-3 വാക്കുകൂടെ സംസാരിക്കാം. എൻ്റെ ഒരു എന്താ പറയുക റിക്വസ്റ്റ്. ഹലോ ബെസലിയസ്, ഒരുപാട് സന്തോഷം നമുക്ക് ഈ കൂടൽ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഇങ്ങനെ എത്രയൊരു സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചില്ല. നല്ല കുട്ടികളാന്ന് തോന്നുന്നു. കോളേജിന്റെ ഭയങ്കര ബഹളോ ഒച്ചപ്പാടോ ഒന്നും ഇവിടെ കേൾക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര സൈലന്റ് ആണ് എല്ലാവരും. എന്നാൽ എല്ലാവരും സംസാരിക്കുമ്പോഴും കൈയടിയുടെ ടോണോ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നമുക്കതൊരു പ്രോത്സാഹനമാണ്. അപ്പൊ കൂടൽ മൂവിയെ കുറിച്ച് എല്ലാവരും പറഞ്ഞു. അപ്പൊ കൂടൽ മൂവിയുടെ ഡീറ്റെയിൽസ് പറയുന്നില്ല. അപ്പൊ എല്ലാവരും കൂടൽ മൂവി പോയി കാണണം. ജൂൺ 20 റിലീസാവും. നമസ്കാരം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസാരം ആരും കൂടുതൽ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അല്ലെ? അപ്പോ സ്ഥിരമായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു ക്ലീഷേ ഡയലോഗ്. കാരണം മനുഷ്യരുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കുന്ന ദന്ത ഡോക്ടർമാരാകുന്ന ഭാവിയിലെ മനോഹരമായ കുസുമങ്ങൾ അണിനിരന്ന ക്യാമ്പസിൽ ഈ ഒത്തുചേരൽ, ഈ കുസുമങ്ങൾ, ഈ എന്താ പറയാ ഞങ്ങളുടെ കൂടലിന് വേണ്ടി ഒരുമിച്ച് കൂടിയ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ്. പിന്നെ കൂടുതൽ തീർച്ചയായിട്ടും കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഞങ്ങളിങ്ങനെ ഈ ഞങ്ങളുടെ ഷൂട്ടിംഗ് മുതൽ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ ഞങ്ങൾ ശരിക്കും ഒരു ക്യാമ്പ് വൈബ് അല്ലെങ്കിൽ ക്യാമ്പിന്റെ മൂഡിലാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ ബോയ് തൊട്ട് ഞങ്ങളുടെ ബഹുമാന്യനായ പ്രൊഡ്യൂസർ സാറ് വരെ ഞങ്ങളൊരു വൈബിൽ തന്നെ പോവുകയാണ്. വൈബിൽ ആക്കം കൂട്ടാൻ നിങ്ങളുടെ കയ്യടികളും നിങ്ങൾ നേരത്തെ നൽകിയ സപ്പോർട്ട് ഇനി ഞങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ പ്രതീക്ഷിക്കുന്നു. തിയേറ്ററുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സന്തോഷത്തോടെ തന്നെ കൂടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാമ്പ് പശ്ചാത്തലമാക്കി നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടുതൽ കാണുന്നുണ്ടാവും അല്ലെ? സ്ട്രേഞ്ചേഴ്സ്, ഒരു പരിചയമില്ലാത്ത കുറെ ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന പുതിയൊരു യാത്രാ സംസ്കാരം നമ്മുടെ കേരളത്തിലൊക്കെ കാണാം അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഉണ്ടാവുന്ന ഒരു ദിവസം നടക്കുന്ന ഇൻസിഡന്റ് ആണ് നമ്മുടെ സിനിമയുടെ ആകെത്തുക. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ചേരുവകളും 8ഓളം പാട്ടുകളും ഫൈറ്റും പ്രണയവും തമാശയും എല്ലാം കൂട്ടിപ്പിടിച്ച നല്ലൊരു സദ്യ ഞങ്ങൾ ഈ വരുന്ന ജൂൺ 20 നിങ്ങൾക്ക് മുമ്പിലേക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട്, വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിലുപരി ഞങ്ങളുടെ സിനിമയിൽ ഒരു പാട്ട് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് യൂട്യൂബിൽ എത്തിയിട്ടുണ്ട്. അന്ത്യമുല്ല പുത്തി എന്ന് പറയുന്ന നമ്മുടെ ബിജുചേട്ടൻ പാടിയ മനോഹരമായ ഒരു പാട്ടാണ്. അത് 5 ലക്ഷത്തോളം 6 ലക്ഷത്തിനടുത്ത് വ്യൂവേഴ്സ് ഇതുവരെ ഏറ്റെടുത്തു എന്ന് പറയുന്നുള്ള സന്തോഷം പറയുന്നതോടൊപ്പം തീർച്ചയായിട്ടും ആ പാട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. അതുപോലെ തന്നെ എല്ലാവരും പറയും പോലെ തന്നെ ആ പാട്ടിന് കമന്റ്, ലൈക്ക്, ഷെയറും ഒക്കെ നിങ്ങളുടെ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കൂടൽ, ഈ സന്തോഷത്തിന്റെ കൂടൽ നാളെ തിയേറ്ററുകളിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും ആ ഡെന്റൽ കോളേജും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ക്യാപ്ഷൻ പരസ്യം പറഞ്ഞപ്പോൾ 2 പേര് പൊട്ടിച്ചിരിച്ച്. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ എന്താ അതായത് വരുമ്പോ ഞങ്ങളുടെ ഡയറക്ടർ ഭയങ്കര ക്ഷീണിച്ച് ഉറങ്ങുന്നത് കണ്ടു. പക്ഷെ പിക്കപ്പ് ലൈനുകൾ പഠിക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലായില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറൊരു പിക്കപ്പ് ലൈൻ പറഞ്ഞു. എന്താണ്? പിച്ചക്കാർക്ക് തെണ്ടൽ, പെപ്പയ്ക്ക് കൊണ്ടൽ, എനിക്ക് ഡെന്റൽ. നമസ്കാരം. നമ്മള് കൂടൽ എന്ന് പറയുന്ന നമ്മുടെ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ കോളേജിൽ എത്തിപ്പെട്ടു. ആ എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഞങ്ങള് ആദ്യത്തെ കോളേജാണ്, ഞങ്ങളുടെ പ്രൊമോഷന്റെ ആദ്യത്തെ കോളേജ്. അപ്പൊ അവിടുന്ന് തന്നെ ഏറ്റവും വലിയൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സംഗതി ഞങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇതേ എനർജി നിങ്ങൾ ഞങ്ങളുടെ പടം കാണാനും കൂടി കാണിക്കണം. കാരണം ഞങ്ങൾ ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുന്നു, നമ്മുടെ പടത്തിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ ഈ സിനിമ കാണണം. സമയമില്ല, ഇഷ്ടമല്ല, കൂടുതൽ മൈക്കിൽ സംസാരിച്ച ശീലമല്ല. നിങ്ങളെല്ലാവരും പടം തിയേറ്ററിൽ വന്ന് കാണുക, അത്രേ ഉള്ളൂ. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അതിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾ എല്ലാവർക്കും താങ്ക് യു മച്ച്.